കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ കനക്കുന്നതിനിടെ പരീക്ഷാ ക്രമക്കേടുകളിൽ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രി. ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സജ്ജീകരിക്കുമെന്നും മോദി വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ ഭാവി തകർത്തത് പ്രധാനമന്ത്രിയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതിന്റെ പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ കേന്ദ്രം പ്രതിരോധത്തിലായതിന് പിന്നാലെ പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഇതിനുവേണ്ടി സ്ഥാപിക്കും. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മോദി സമൂഹമാധ്യമ പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ചരിത്രപരമായ തീരുമാനമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോട് നടത്തിയ പ്രതികരണം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നാശത്തിന് പ്രോത്സാഹനം നൽകിയത് നരേന്ദ്രമോദിയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായ എല്ലാവരെയും മോദി സംരക്ഷിച്ചുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ അവസാനത്തിന്റെ ആരംഭമായെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. ഇത് നരേന്ദ്രമോദിയുടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയും, ഇത് നരേന്ദ്രമോദിയുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നരേന്ദ്രമോദി ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാകൂ എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതികരണം. അതേസമയം പാർലമെന്റ് കവാടത്തിൽ ഭരണപ്രതിപക്ഷ വാക്കുതർക്കമുണ്ടായി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷവും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചതോടെയാണ് എംപിമാർ തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. റിപ്പോർട്ടർ, ദില്ലി.